എല്ലാവർക്കും നമസ്കാരം. ഇന്ന് രാവിലെ എൻ്റെ മകള് അനന്യ ഒരു ചോദ്യം ആയിട്ട് രാവിലെ തന്നെ വന്നു. ഈ ശ്രീനാരായണ ഗുരു ദൈവമാണോ എന്നുള്ളത്. കാരണം ഉറക്കത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വപ്നം കണ്ടു. അപ്പോൾ വേറെ അത് മാത്രമല്ല, വേറെ എന്തൊക്കെയോ സ്വപ്നങ്ങൾ കണ്ടിട്ട് കുറച്ച് നെഗറ്റീവായ കുറേ സ്വപ്നങ്ങളും കണ്ടിട്ടാണ് എഴുന്നേറ്റ് വന്നത്. നേരത്തെ രാവിലെ തന്നെ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെപ്പറ്റി ജസ്റ്റ് എനിക്കൊന്ന് അങ്ങനെ ഒരു വീഡിയോ ചെറുതായിട്ട് ചെയ്യണമെന്ന് തോന്നി. കാരണം പലർക്കും അറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ശ്രീനാരായണ ഒരു മനുഷ്യനായിട്ടുണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹം എങ്ങനെയാണ് ദൈവമാണത് അല്ലേ? അദ്ദേഹത്തിന് നമ്മളെല്ലാവരും അമ്പലമൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നു, പൂജിക്കുന്നു. ദൈവം എങ്ങനെ ആവുന്നു എന്നുള്ളത് അല്ലേ? അങ്ങനെ ചോദ്യം നിങ്ങൾ എല്ലാവരുടെ ഉള്ളിൽ വരാവുന്ന സ്വാഭാവികമായിട്ടുള്ള സംശയം തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്, നമ്മളെല്ലാവരും ദൈവങ്ങൾ തന്നെയാണ്. എല്ലാവരുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ അംശമുണ്ട്, പരാശക്തിയുടെ അംശം എല്ലാവരുടെ ഉള്ളിലുണ്ട്. പക്ഷേ അതവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ്. നമ്മളുടെ മൂലാധാര ചക്രയിലിരിക്കുന്ന കുണ്ടലിനി, മുതല ചുറ്റിൽ ഉറക്കിടക്കുന്ന ആ സർപ്പത്തിൻ്റെ ഷേപ്പിലുള്ള കുണ്ടലിനി ശക്തി ഉണരുന്ന് ഇത് മുകളിലോട്ട് വന്ന് പിന്നെ വീടൊന്നും ഇത് മുകളിലോട്ട് പോകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പൂർണ്ണമായ ഉദ്ധാപനം ഉണ്ടാകുമ്പോൾ നമ്മളിലുള്ള ആ ദൈവത്തിൻ്റെ അംശം അത് അവേക്കണ്ടാകുക, അല്ലെങ്കിൽ അത് പുറത്തേക്ക് വരികയും നമ്മൾ ദൈവതുല്യമായിട്ട് മാറുകയും ചെയ്യും. ഒരു ഭാഗികമായിട്ടൊരു അവേക്കണിങ് സംഭവിച്ചു, അല്ലെങ്കിൽ അതൊരു അപ്പോഴും നമുക്ക് ഒരുപാട് സിദ്ധികൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെയാണ് എനിക്ക് വന്നേക്കണത്. ഞാൻ പൂർണ്ണമായി അവേക്കണായിട്ടില്ല, പക്ഷേ ഭാഗികമായിട്ട് ഞാൻ അവേക്കണ്ടാണ്. അതുകൊണ്ടാണ് എനിക്ക് ഇതുപോലുള്ള കഴിവുകൾ കാര്യങ്ങളൊക്കെ വന്നേക്കണം. പക്ഷേ ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞാൽ നമ്മളെക്കാളൊക്കെ ഒരുപാട് ഉയരങ്ങളിൽ നിൽക്കുന്നൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് നമ്മൾ കമ്പാരിസൺ ചെയ്യാൻ പോലും പറ്റത്തില്ല. പക്ഷേ അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ അവരെയൊക്കെ പറയുന്നത് അസെൻഡഡ് മാസ്റ്റേഴ്സ് എന്നാണ് പറയുക സാധാരണ. ആ വാക്ക് ഈ ശ്രീനാരായണ ഗുരുവിനെ സംബന്ധിച്ച് ശരിയാണോ ആ വാക്കെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അദ്ദേഹം അസെൻഡഡ് മാസ്റ്ററാണ്. നമ്മുടെ ശ്രീബുദ്ധൻ, ക്രൈസ്റ്റ്, ശ്രീരാമകൃഷ്ണ പരമഹംസർ, അല്ലെങ്കിൽ അതേപോലെയുള്ള ഒരുപാട് ആളുകൾ ജീവിച്ചിരുന്നിട്ട് മരിച്ചുപോയ ആൾക്കാർ, ബഹാദർ ബാബാജി, അവരെല്ലാവരും അങ്ങനത്തെ ആൾക്കാരാണ്. എന്ന് വെച്ചാൽ അവർ ആ ഒരു ലെവലിലേക്ക് ഉയരുകയും യൂണിവേഴ്സും അവരും ഒന്നാകുകയും, അത് രണ്ടും ഒന്ന് തന്നെയാണെന്നുള്ള ആ ഒരു തലത്തിലേക്ക് എത്തുകയും എല്ലാ സിദ്ധികളും എല്ലാ കഴിവുകളും അവർക്കുണ്ടാകുകയും ചെയ്യും. അത് കഴിഞ്ഞാൽ അവർ ബോഡി വെടിഞ്ഞ് അവർക്ക് സമാധിയാവുന്നു. പക്ഷേ അവരുടെ ആ ചൈതന്യം ഈശ്വര ചൈതന്യമായിട്ട് നിലനിൽക്കുകയും ചെയ്യും. നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് വേറെ സ്ഥലത്തേക്ക് പോയി അവിടെ നമ്മുടെ ശുദ്ധീകരണ പ്രക്രിയ കഴിഞ്ഞ് വീണ്ടും നമ്മൾ ജന്മം എടുക്കണം, അങ്ങനെയാണ്. പക്ഷേ ഇവരെ പോലത്തെ ആൾക്കാർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ മിഷൻ വേറൊന്നാണ്. അവർ നമ്മളെ മോക്ഷത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് സഹായിക്കലാണ് അവരുടെ പരിപാടി. അവരങ്ങനെ നിലകൊള്ളുകയാണ്. നമ്മുടെ ഈ എർത്ത് പ്ലെയിനിൽ തന്നെ അവർ നിലകൊള്ളുന്നു. ഇപ്പോൾ ശ്രീബുദ്ധൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയപ്പെടുന്നത് മാസ്റ്റർ ഓഫ് ദ എർത്ത് എന്നാണ് പറയുന്നത്. എർത്തിൻ്റെ മാസ്റ്ററാണ് ശ്രീബുദ്ധൻ. അങ്ങനെയാണ് ഞാൻ വായിച്ചേക്കുന്നത്. അപ്പോൾ അദ്ദേഹം നമ്മളെല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്നു. നമ്മളെല്ലാവർക്കും മോക്ഷപ്രാപ്തിയിലേക്ക് എത്താനായിട്ട് നമ്മൾ കൈപിടിക്കാൻ വേണ്ടി. ഇപ്പോൾ നമ്മൾ ദേവിയും ശിവനും അല്ലെങ്കിൽ എല്ലാവരും ചെയ്യുന്ന അതേപോലെ തന്നെ അവരും ഉണ്ട് കൂടെ നമ്മുടെ കൂടെ. അതുപോലെ തന്നെ സെയിൻറ്റ് ജർമ്മൻ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. മാസ്റ്റർ തോത്ത്, സനതകുമാര, പിന്നെ അതുപോലെ ഒരുപാട് പേരുകൾ ഉണ്ട്. അവരെല്ലാവരും ചെയ്യുന്നത് ഇതാണ്, നമ്മളെ മോക്ഷത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് നമ്മൾ സഹായിക്കാൻ വേണ്ടി നിലകൊള്ളുന്ന ആളുകളാണ്. അപ്പോൾ നമ്മൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അവർ നമുക്ക് പറഞ്ഞു തരും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന്, നമ്മൾ എങ്ങനെയാണ് നമ്മൾ മോക്ഷത്തിലേക്ക് പോകേണ്ടത്. നമ്മൾ മെറ്റീരിയൽ വേൾഡിൽ ഇങ്ങനെ മുഴുകി ജീവിക്കുമ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നു പലപ്പോഴും, അല്ലേ? അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ കർമ്മം എങ്ങനെ ക്ലിയർ ചെയ്ത് കളയാം, പുതിയ കർമ്മം എങ്ങനെ ഉണ്ടാക്കാതിരിക്കാം, ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ. നമ്മൾ കർമ്മ റിലീസിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം നല്ല കർമ്മങ്ങൾ ചെയ്യണം. ഒപ്പം തന്നെ നമുക്ക് മെറ്റീരിയലായിട്ടുള്ള ലൗകിക സുഖഭോഗങ്ങൾ അനുഭവിക്കുകയും ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് മനുഷ്യൻ വന്നേക്കണം. പക്ഷേ ഇതോടൊപ്പം തന്നെ നമ്മൾ ജന്മങ്ങളുടെ എണ്ണം കുറക്കുക. വീണ്ടും 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 നമ്മളിങ്ങനെ ജനിച്ചുകൊണ്ടിരിക്കുക, ദുരിതങ്ങൾ തീരാതെ വീണ്ടും ജന്മം എടുക്കാതെ ഏറ്റവും മിനിമത്തിൽ അത് അവസാനിപ്പിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഒരു സൈഡിൽ കൂടി പകുതി നമ്മൾ മെറ്റീരിയൽ വേൾഡ്, പകുതി നമ്മൾ സ്പിരിച്വൽ വേൾഡും, അങ്ങനെ. ഇപ്പം ഞാനൊക്കെ അങ്ങനെയാണ് പോകുന്നത്. നമ്മൾ മെറ്റീരിയലായിട്ടുള്ള സ്റ്റൈലിൽ ജീവിക്കുന്ന ആളായിരുന്നു ഞാനും, അതൊന്നും യാതൊരു സംശയമില്ല. പക്ഷേ ഒരു സൈഡിൽ കൂടി നമ്മൾ കർമ്മമൊന്നും ഉണ്ടാക്കാതെ നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്ത് മറ്റുള്ളവരെ കുറച്ച് സഹായിക്കുകയും അതിലൂടെ നമുക്ക് കുറച്ച് പുണ്യം നേടുകയും ചെയ്യുന്ന ആ ലൈനിലാണ് ഞാൻ പോകുന്നത്. പിന്നെ നമ്മൾ പൈസ വാങ്ങുന്നുണ്ട്,
അത് നിങ്ങളുടെ കർമ്മം കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാലും ചില സമയങ്ങളിലൊക്കെ നമ്മൾ വീണ് പോകാറുണ്ട്. ചില സമയങ്ങളിൽ അതെല്ലാം ദൈവം നമ്മളവിടെ നിന്ന് എഴുന്നേൽപ്പിക്കും. അതുകൊണ്ടാണ് വീണ്ടും എഴുന്നേറ്റ് വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ക്രൈസ്റ്റിനെ ഇത് ചെയ്താലും പൂജിച്ചാലും, ശ്രീബുദ്ധനെ പൂജിച്ചാലും, അല്ലെങ്കിൽ ഇതേപോലെ ശ്രീനാരായണ ഗുരുവിനെ പൂജ ചെയ്താലും, അല്ലെങ്കിൽ അതിനെ പ്രാർത്ഥിച്ചാലും എഫക്റ്റൊക്കെ ഒന്ന് തന്നെയാണ്. എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ അവരെല്ലാം അസെൻഡഡ് മാസ്റ്റേഴ്സാണ്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അവർ നിങ്ങളെ മോക്ഷത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് സഹായിക്കും. നിങ്ങൾ അവരെ പ്രാർത്ഥിക്കുക, അവർ പറഞ്ഞേക്കണ പോലുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ അമ്പലങ്ങളിൽ പോകുന്നുണ്ടാവും. അപ്പോൾ കാളി അല്ലെങ്കിൽ നമ്മൾ മുരുകൻ, അതെല്ലാം അവരെല്ലാവരും നിങ്ങൾ സഹായിക്കുന്നുണ്ട്. ഇതുപോലെ നിങ്ങളുടെ നെഗറ്റീവ് കളയാനും അല്ലെങ്കിൽ നിങ്ങളെ മോക്ഷത്തിലേക്ക് കൊണ്ടുപോകാനുള്ള വഴികൾ തെളിയിക്കാനും എല്ലാം ക്ലിയർ ചെയ്ത് തരുന്ന ആൾക്കാരാണ്. അതേപോലെ തന്നെ ഈ പറയുന്ന ആൾക്കാരും അത് തന്നെയാണ് ചെയ്യുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.